ഒടുവിൽ പിണറായി വിജയനും മുസ്ലിം ലീഗും തമ്മിൽ പരസ്യ ഏറ്റുമുട്ടൽ. മുണ്ടുടുക്കുന്ന മോദി എന്ന് പിണറായി വിളിക്കുന്ന ചന്ദ്രിക ദിനപത്രം മോദി തന്ത്രങ്ങളുടെ കോപ്പി പോസ്റ്റാണ് പിണറായി വിജയൻ എന്ന് കുറ്റപ്പെടുത്തുന്നു. ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയുമായി മാറിയെന്ന പിണറായി വിജയന്റെ വിമർശനങ്ങളോടുള്ള മറുപടിയാണ് ചന്ദ്രികയുടെ മുഖപ്രസംഗം. 4 വോട്ടിനു വേണ്ടി കൂട്ടുകൂട്ടാൻ പറ്റാത്തവരുമായി കൂട്ടുകൂടുന്നവരായി ലീഗ് മാറിയതാണ് പിണറായിയുടെ ആക്ഷേപം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം പിണറായി വിജയൻ മറുപടി പറയാൻ തുടങ്ങിയിരിക്കുന്നു. ലീഗിനെ തന്ത്രപരമായ സഹകരണത്തിലൂടെ ഒപ്പം നിർത്തി പ്രതിഷേധങ്ങളെ ദുർബലപ്പെടുത്തുക എന്ന തന്ത്രമാണ് പിണറായി ഇതുവരെ പയറ്റിയതെന്നായിരുന്നു രാഷ്ട്രീയ അവലോകനം. 2026 വരെ ലീഗിനെ പരസ്യമായി എതിർക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണോ ഇനി അവലംബിക്കാൻ പോകുന്നത്? ലീഗ് കിട്ടാത്ത മുന്തിരിങ്ങ. KP നൌഷാദ് അലി, കോൺഗ്രസ് N ഷംസുദ്ദീൻ, മുസ്ലിം ലീഗ് V വസീഫ്, A സജീവൻ തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ആദ്യം ശ്രീ V വസീഫ്, നോക്കൂ, ഇന്നിപ്പോൾ ചന്ദ്രിക മുണ്ടുടുക്കുന്ന മോദി എന്ന് പിണറായി വിജയനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല മോദി തന്ത്രങ്ങളുടെ കോപ്പി പേസ്റ്റ്. ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയനും ലീഗും തമ്മിൽ ഒരു അപ്രഖ്യാപിത കൂട്ടുകെട്ടുണ്ട് എന്നുള്ളതായിരുന്നു പൊതുവെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പല പ്രതിപക്ഷ സമരങ്ങളെയും ദുർബലപ്പെടുത്താനും കഴിഞ്ഞു. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ മുഖപ്രസംഗം പിണറായി വിജയനെ വ്യക്തിപരമായി ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ പഴയ തന്ത്രപരമായ സഹകരണം എന്ന സ്ട്രാറ്റജി ഉപേക്ഷിച്ച് നേരിട്ട് പ്രതിരോധിക്കാൻ ഇറങ്ങുന്നു എന്നാണോ കാണേണ്ടത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ പിണറായിയുടെ വിമർശനം? നോക്കൂ നികേഷ്, CPMനെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ പ്രതികരിക്കാറ്. എന്തെങ്കിലും ഒരു മുൻധാരണ അങ്ങ് അടിച്ചു വെച്ച് അല്ലെങ്കിൽ എന്തിനും ഏതിനും വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്ന ഒരു രീതിയൊന്നും ഞങ്ങൾക്കില്ല. ആ സാഹചര്യത്തിനനുസരിച്ച് ആ സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്, പ്രതിഷേധിക്കാറുണ്ട്, വിമർശനം ഉന്നയിക്കാറൊക്കെ ഉണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും മുസ്ലിം ലീഗ് സന്ധി ചെയ്യുന്നു എന്നുള്ളത് പിണറായി വിജയൻ മാത്രം പറഞ്ഞ കാര്യമാണോ? മുസ്ലിം ലീഗുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണല്ലോ സമസ്ത സുന്നി വിഭാഗം. സമസ്ത സുന്നി വിഭാഗത്തിൻ്റെ നേതാവ് പണ്ഡിത സഭാംഗം ഉമർ ഫൈസി പറഞ്ഞ അല്ലെങ്കിൽ എഴുതിയ ഒരു ലേഖനം നമ്മുടെ മുമ്പിലില്ലേ? നേരത്തെ തന്നെ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് നമ്മുടെ മുമ്പിലില്ലേ? എന്താ പറഞ്ഞിരുന്നത്? സിയോണിസ്റ്റ് സ്റ്റൈലുള്ളതാണ് ഈ SIO എന്നുള്ളതാണ് പറഞ്ഞത്. സിയോണിസത്തിലാണ് ഇവരുടെ അടിവേര് എന്നാ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SIOയെ കുറിച്ച് പറഞ്ഞത്. ഇതേ SIOയെയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെയും EK സുന്നി വിഭാഗം വളരെ കൃത്യമായി പറഞ്ഞിട്ടില്ലേ? ജമാഅത്തെ മതരാഷ്ട്രവാദികൾ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ട് മുസ്ലിം ലീഗ് സ്വന്തം കുളം തോണ്ടുന്നു എന്ന് പറഞ്ഞത് ഉമർ ഫൈസി മുക്കമാണ്. ആരാ ഉമർ ഫൈസി മുക്കം? ഞങ്ങളുടെ CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണോ? അല്ല. EK വിഭാഗത്തിന്റെ പണ്ഡിത വിഭാഗത്തിൽ ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം മുസ്ലിം ലീഗിനെ താക്കീത് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ പറയുന്നതിനേക്കാൾ രൂക്ഷമായി ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDPIയുമായിട്ടൊക്കെ മുസ്ലിം ലീഗ് ബന്ധപ്പെടുന്നതിനെ കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം KM ഷാജി എന്ന് പറയുന്ന ആളെക്കുറിച്ച്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും വ്യക്തിപരമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്, ഞാനത് വേണമെങ്കിൽ ഇപ്പോൾ നികേഷ് സാറിന് അയച്ചു തരാം. ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, സാക്ഷാൽ ശിഹാബ് തങ്ങൾ പറഞ്ഞു എന്ന്. ET മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയും MK മുനീറും ഒക്കെ കേരളത്തിൽ തോറ്റ് തുന്നം പാടിയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നേതാവ് ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം ലീഗിന്റെ പതാക ഒരു മത തീവ്രവാദികളുടെയും അടുക്കളയിൽ കൊണ്ടുവെക്കില്ല എന്ന് പറഞ്ഞ നേതാവാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെയും അദ്ദേഹം പറഞ്ഞു ആ പ്രസംഗത്തിന്റെ അവസാനം, ഈ പറയുന്ന മത തീവ്രവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് മാമാപണിക്ക് പോകുന്നതാ നല്ലതെന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞു. എൻ്റെ വാചകമല്ല, ഇനി എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട. ഞാൻ ആ പ്രസംഗം നികേഷിന് ഇപ്പോൾ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. ഇവരുടെ ഇടയിൽ തന്നെ എത്രയെത്ര അഭിപ്രായങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും PFIയുമായിട്ടൊക്കെയുള്ള ബന്ധത്തിനും വോട്ട് കച്ചവടത്തിനുമെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അഭിപ്രായങ്ങൾ പരസ്യമായി തെരുവിൽ പറഞ്ഞിട്ടുണ്ട്.
വലിയ സംഘർഷമുണ്ടായിട്ടുണ്ട്. എന്തിനാ പിന്നെ ഇവര് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നത്? വസീഫ് പറഞ്ഞതിനോടുള്ള മുസ്ലിം ലീഗിന്റെ പ്രതികരണം മാത്രമല്ല, പിണറായി വിജയന്റെ വാക്കുകൾ വളരെ ലഘുവായിട്ടുള്ള വാക്കുകളാണ്. ലീഗിൻ്റെതായ പൊതുരീതി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ലീഗിൻ്റെ മുഖം മാറുന്നു എന്ന് ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് എന്നാണ്. അതായത് വസീഫ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുമായും SDPI-യുമായും ഒരു അനൗപചാരിക മുന്നണി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണോ മുൻ നേതൃത്വങ്ങൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും SDPI-യെക്കുറിച്ചും PFI-യെക്കുറിച്ചും ഒക്കെ പറഞ്ഞത്, അത് നിങ്ങൾ 4 വോട്ടിന് വേണ്ടി വിഴുങ്ങിയിരിക്കുന്നു, അങ്ങനെ ലീഗിൻ്റെതായ പൊതുരീതി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണ് പിണറായി വിജയൻ ഉന്നയിച്ചത് എന്നാണ് വസീഫ് ചൂണ്ടിക്കാണിക്കുന്നത്. ഷിയൻ ശംസുദ്ദീൻ, നോക്കൂ, ഇവിടെ വളരെ കൃത്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം, ആ പരാജയത്തിൻ്റെ കുന്തമുന ഇപ്പോൾ പൂർണ്ണമായും പിണറായി എന്ന് പറയുന്ന കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള നേതാവിലേക്ക് തിരിയുകയാണ്. പാർട്ടിയിൽ തന്നെ നിശിതമായ വിമർശനങ്ങൾ പിണറായിക്കെതിരെ വന്നു. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അടിസ്ഥാനം പിണറായിയുടെ തെരഞ്ഞെടുപ്പിലെ സ്ട്രാറ്റജികളുടെ പാളിച്ചയാണെന്നും അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് എന്നുള്ളതും പാർട്ടി കമ്മിറ്റികളിലെ ചർച്ചയാണ്. അതിന് ഞങ്ങളെന്ത് പഴിച്ചു? നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 ഈ വലിയ പൊളിറ്റിക്കൽ സുനാമി രാഷ്ട്രീയമായി UDF-ന് അനുകൂലമായി ഉണ്ടായപ്പോൾ അന്ന് പറയാൻ കാരണങ്ങളുണ്ടായിരുന്നു. അന്ന് ശബരിമലയുടെ പ്രതിഷേധമാണ്, വിശ്വാസികളുടെ പ്രതിഷേധമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ആ രീതിയിൽ കാണാൻ ചില റീസൺസ് ഉണ്ടായിരുന്നു, കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അതൊന്നുമില്ല. വളരെ കൃത്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ട്രാറ്റജി പാളി എന്നുള്ളതാണ് ഒന്ന്. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കാൻ പിണറായി വലിയ ശ്രമങ്ങൾ നടത്തിയില്ലേ? പക്ഷേ അത് കേരളത്തിലെ ന്യൂനപക്ഷം വിശ്വസിച്ചോ? അതിൻ്റെ റിയാക്ഷൻ മറ്റ് തലങ്ങളിൽ ഉണ്ടായില്ലേ? ഈ ഭൂരിപക്ഷ സമൂഹത്തിലും നല്ല വോട്ട് ഇവർക്ക് നഷ്ടമായില്ലേ? അപ്പോൾ കേരളത്തിലെ മതേതര സമൂഹത്തിൻ്റെ വോട്ട് നഷ്ടമായി. എന്താ കാരണം? വളരെ ശക്തമാണ് ഭരണവിരുദ്ധ വികാരം. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഇന്ത്യ മുന്നണി വരണം എന്നുള്ളത് ഇന്ത്യയിലെ മതേതര വിശ്വാസികളുടെ ഒരു തേട്ടമാണ്. അവിടെ ഒരു കൃത്യമായ രാഷ്ട്രീയം പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവര് ഇന്റലിജന്റ് ആയിട്ടാണ് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായം ഇത്തവണ വോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളത് ഉത്തർപ്രദേശ് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ ചിതറിപ്പോകാറുള്ള മുസ്ലിം വോട്ടുകൾ ഏകമാനകമായി കോൺഗ്രസിന് അനുകൂലമായി എന്നുള്ളത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താലും ആ നിലയിൽ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വലിയ നിലയിൽ ബഹളമൊന്നും ഉണ്ടാക്കാതെ കൃത്യമായി കോൺഗ്രസിന് ഏകോപിതമായി വോട്ട് ചെയ്തു. കേരളത്തിൽ 2 സെക്യുലർ ശക്തികൾ ഒരേ സമയം മുസ്ലിം സമുദായത്തിൻ്റെ മുമ്പിലുള്ളപ്പോൾ കൂടുതൽ ദേശീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ സമീപിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനോടൊപ്പം തന്നെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് എന്നത് തന്നെ സമ്മതിക്കുന്നു. പക്ഷെ അവിടെ അല്ലല്ലോ പ്രശ്നം. നിങ്ങൾ എന്താണ് യഥാർത്ഥ വിഷയത്തിലേക്ക് വരാത്തത്? SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒപ്പം കൂട്ടിയെന്ന് മാത്രമല്ല, ഇത്തവണ മുസ്ലിം ലീഗ് വാശിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തിച്ചു എന്നും മാത്രമല്ല, മുസ്ലിം ലീഗിന് വേണ്ടി ഏറ്റവും ശക്തമായി രംഗത്തിറങ്ങിയത് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയുമാണ് എന്നുള്ള വിമർശനമാണ്. അതിൻ്റെ അർത്ഥത്തിലാണ് ലീഗിൻ്റെതായ പൊതുരീതി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. നികേഷ്, ഇവിടെ ഈ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ രാഷ്ട്രീയമായ അവർക്കൊരു സംഘടനയുണ്ട്, വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയായിട്ടോ SDPI അവരുടെ NDF-ൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDPI ആയിട്ടോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ലീഗോ UDF-ഓ ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ദേശീയ താല്പര്യങ്ങളെല്ലാം മാനിച്ചുകൊണ്ടും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവർ UDF-നെ പിന്തുണച്ചിട്ടുണ്ട്. പരസ്യമായി SDPI UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള മാന്യത UDF കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ തോറ്റ് പരാജിതരായപ്പോൾ CPM പറയുന്നതിൽ എന്താ അർത്ഥമല്ല? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇന്നോളം നടന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ ഒരു 75% തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ്.
ഈ സമീപകാലത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ അവരൊരു രാഷ്ട്രീയ പാർട്ടി ആയതും ഈ അടുത്ത കാലത്താണ് അവരുടെ നിലപാട് CPM-നും ഇടതുപക്ഷത്തിനും എതിരായത്. അതിന് നയപരമായ കാരണങ്ങൾ അവർക്കുണ്ടാകാം. SDPI-യുടെയും പിന്തുണ പലപ്പോഴും ഇടതുപക്ഷത്തിനായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ PDP-യുടെ പിന്തുണ ആർക്കായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിൽ PDP പരസ്യമായിട്ട് ആർക്കാ പിന്തുണ പ്രഖ്യാപിച്ചത്? അപ്പം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഇവരൊക്കെ വലിയ മതേതര പ്രസ്ഥാനങ്ങളാണ്. ഇവർ UDF-ന് പിന്തുണ കൊടുത്താൽ, ഞങ്ങൾ ചോദിച്ചിട്ടല്ല, രാഷ്ട്രീയമായിട്ടൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്കൊരു തീരുമാനം എടുക്കാം. അതെന്നെ പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ UDF അങ്ങനെ പരസ്യമായിട്ട് ആ രീതിയിൽ ഞങ്ങളതിനെ ഒരു ബന്ധമായിട്ട് അതിനെ സ്വീകരിക്കുന്നില്ല എന്ന്. ഷംസുദ്ദീൻ, നമ്മൾ മാത്രമായിട്ടുള്ള ചർച്ച സാധ്യമല്ല. എങ്കിൽ പോലും അവസാനമായ ഒരു ചോദ്യം നോക്കൂ. നേരത്തെ തീവ്രവാദ നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയായിരുന്നു PDP. ഇപ്പോൾ PDP ആ നിലയിൽ ഒരു തീവ്രവാദ നിലപാടെടുക്കുന്ന പാർട്ടിയാണോ? ഒന്ന്. രണ്ടാമത്തേത് നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും വ്യത്യസ്തമല്ല, PFI-യും SDPI-യും വ്യത്യസ്തമല്ല. താങ്കൾ പറഞ്ഞു CPM-നെയാണ് പല ഘട്ടങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി സഹകരിച്ചിട്ടുള്ളത്. ശരിയാണ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും ഈ സാമ്പാർ മുന്നണി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയമായ പിന്തുണയാണ് കോൺഗ്രസിന് UDF-ന് ലഭിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ ആക്ഷേപം ഉന്നയിക്കുന്നത്. നോക്കൂ, PFI-യുടെ നസറുദ്ദീൻ ഇളഫരുമായി, SDPI-യുടെ അബ്ദുൾ മജീദ് ഫൈസിയുമായി കൊണ്ടോട്ടി KTDC ഹോട്ടലിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ചർച്ച ചെയ്യുന്നത് CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ടുള്ളതല്ലേ? അപ്പോൾ ആ നിലയിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള സഹകരണം ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പോസ്റ്റ് പോൾ അലയൻസിൽ, പോസ്റ്റ് റിസൾട്ട് അനാലിസിൽ ലീഗിന് വേണ്ടി അതിശക്തമായി മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ പ്രവർത്തിച്ചത് ഈ രണ്ട് തീവ്ര വർഗീയ നിലപാടുകാരാണ് എന്ന് കാണുമ്പോൾ അതിനെതിരായ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നു എന്നും നിങ്ങളുടെ മുഖം മാറുന്നു എന്നും മറുപക്ഷത്തു നിന്നുള്ള ഒരു വിമർശനം ഉണ്ടാകില്ലേ ഷംസുദ്ദീൻ? അല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റമില്ല. മുസ്ലിം ലീഗ് ഇന്നലെയും ഇന്നും നാളെയും അതിന് വളരെ പ്രഖ്യാപിതമായ നയനിലപാടുകളുണ്ട്. ആ നയനിലപാടുകളായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ പറഞ്ഞ പാർട്ടികൾ, കക്ഷികൾ അവരവരുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചു. ഈ സമയത്ത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും മതേതര വിശ്വാസികളും UDF-നെയാണ് പിന്തുണക്കേണ്ടത്. അല്ലാതെ ഈ ലീഗിൻ്റെ 2 സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, എല്ലാ UDF സ്ഥാനാർത്ഥികൾക്കുമാണ് കേരളത്തിൽ ഈ പറഞ്ഞവർ വോട്ട് ചെയ്തത്. അതേപോലെ തന്നെ PDP LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ ഞങ്ങളൊരു പുതിയ ധാരണയും സഖ്യവും ഉണ്ടാക്കി എന്ന അർത്ഥത്തിൽ പറയുന്നത് ശരിയല്ല. ഇവിടെ വിവിധ തരത്തിലുള്ള സംഘടനകൾ ഇരു മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല വിധത്തിലുള്ള സാമുദായിക സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ CPM എല്ലാ അർത്ഥത്തിലും അവരുടെ പെട്ടി കാലിയായിപ്പോയി. അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രവും ഇവിടെ വിലപ്പോയില്ല. അതിന് ഞാൻ പറയുന്ന കാരണം ഇതാണ്: കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നില്ല. ഇത് ദേശീയ തലത്തിൽ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. CPM അവിടെ അപ്രസക്തമാണ്. അവർ രാഹുൽ ഗാന്ധിയെയും മറ്റും വിമർശിച്ചുകൊണ്ട് ഒരു പുതിയ നിലപാട് പ്രഖ്യാപിച്ചു നോക്കി, അത് ഏശിയില്ല. പക്ഷെ അതിലേറെ ശക്തമായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരം. നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ല, പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, അതുപോലെ തന്നെ ആശുപത്രിയിലെ സൗജന്യ ചികിത്സകളെല്ലാം പോയി, ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് പോലും ഒരാശുപത്രിയിലും എടുക്കുന്നില്ല. ജനം വളരെ ദുരിതത്തിലാണ്. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും? അതാണ് സംഭവിച്ചത്. ഞങ്ങളുടെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല. വ്യക്തമാണ്. KP നൗഷാദ് അലി, വ്യത്യസ്തമായ വിഷയങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൽ. അതിലൊന്നാണ് വർഗീയ ശക്തികളുടെ കൂട്ടുചേരൽ എന്നാണ് ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നത്. മറുഭാഗത്ത് UDF പക്ഷത്ത് മുസ്ലിം ലീഗ് സാമുദായ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ നിരവധി തവണ നിലപാട് പറഞ്ഞിട്ടുള്ള CPM തന്നെ. പക്ഷേ നിങ്ങൾ അപകടകാരികളുമായി സഖ്യം ചേരുന്നത് നിങ്ങളുടെ മുഖം നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്നത് ഒരു ക്രിയാത്മകമായ വിമർശനമായി കാണേണ്ടതുണ്ടോ? നികേഷ്, ഇവിടെ ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം, ഞാൻ ഈ മലപ്പുറം ജില്ലയിലൊക്കെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് വലിയ തകർപ്പൻ വിജയങ്ങൾ അവരുടെ 2 മണ്ഡലങ്ങളിലും നേടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം. ഞാൻ അതാണ് പറയുന്നത്. ഈ മലബാറിലെ ഒരു ഹിന്ദു പൊതുബോധത്തിന് ഏറ്റവും സ്വീകാര്യമായ ഒരു മുസ്ലിം സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗാണ്.
മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്താൻ മുസ്ലിം പ്ലാറ്റ്ഫോമിലെ മറ്റു ചിലരെയൊക്കെ കൂട്ടുപിടിച്ച് എന്നൊക്കെ CPM ശ്രമം നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ CPM-നെതിരായിട്ട് ഇവിടുത്തെ ഹിന്ദു പൊതുബോധം മുന്നോട്ട് വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെയും മഅദനിയെയൊക്കെ ഗാന്ധിയോട് ഉപമിച്ച് EMS നടത്തിയ പരീക്ഷണം ഉണ്ടായിരുന്നു. ഒരു 15 വർഷത്തിന് മുമ്പ് ഇവിടെ ഹുസൈൻ രണ്ടത്താണിയെ പൊന്നാനിയിൽ മത്സരിപ്പിച്ച് മഅദനിയുമായിട്ടൊക്കെ പിണറായി വിജയനൊക്കെ വേദി പങ്കിട്ട ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അന്ന് ഇട്ടി വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ജയിച്ചു. സമാനമായിട്ട് ചില മുസ്ലിം സംഘടനകൾ സ്പോൺസർ ചെയ്യുന്നൊരു സ്ഥാനാർത്ഥിയാണ് പൊന്നാനിയിൽ വരുന്നത് എന്ന തോതിലൊരു പ്രചരണം വന്നപ്പോൾ CPM-ന് വോട്ട് ചെയ്തു പോരുന്ന ഹിന്ദു പൊതുബോധം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളായ CPM അനുഭാവികൾ വരെ സമദാനിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം കൂടി, ഈ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിത്വത്തിന് ചുക്കാൻ പിടിച്ചു എന്ന് കേൾവി കേട്ടയാൾ കോഴിക്കോട് മത്സരിച്ചു. കോഴിക്കോട് മത്സരിച്ച LDF സ്ഥാനാർത്ഥി 1.5 ലക്ഷം വോട്ടിനടുത്താണ് തോൽക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളമുള്ള അവിശ്വസനീയമായ ഭൂരിപക്ഷമാണ് MK രാഘവന് കിട്ടിയത്. അവിടെയും വർക്കൗട്ടായത് ഈ ഹിന്ദു പൊതുബോധമാണ്, ഈ പറഞ്ഞ CPM-നെതിരായിട്ടുള്ള. അപ്പം അത്തരം ഒരു ഹിന്ദു പൊതുബോധം തങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരെ തിരിച്ചുപിടിക്കാനുള്ള എളുപ്പമാർഗം മുസ്ലിം ലീഗിനെ ഈ പറഞ്ഞ SDP ആയിട്ടും വെൽഫെയർ പാർട്ടിയൊക്കെ ആയിട്ട് കൂട്ടിക്കെട്ടുകയാണ് എന്നത് ഒരു ലളിതമായ യുക്തിയും രാഷ്ട്രീയമാണ്. അത് പിണറായി വിജയൻ പ്രയോഗിക്കുന്നു. അതിൻ്റെ മുമ്പ് തന്നെ റിപ്പോർട്ടർ ചാനലിരുന്ന് നിങ്ങളൊക്കെ അത്തരം നരേറ്റീവുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് തിരിച്ചറിയാതെ നിങ്ങൾ ഈ ഔഷധമായിട്ട് നടക്കുമ്പോൾ വീണ്ടും അതിന് പ്രയോജനമില്ലാതെ പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ ഇത്തരത്തിലുള്ള നയ വൈകല്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുന്നത് അവർക്ക് എന്തുകൊണ്ട് ഗുണം ചെയ്യും? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു സ്വീകാര്യത അത് ഇവിടുത്തെ മുസ്ലിം ഇതര ജനവിഭാഗങ്ങൾക്കിടയിൽ വളരെയധികം പ്രസ്താവ്യവും പ്രഖ്യാപിതവുമാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി എന്നാണ് നിങ്ങൾ ഒരു പാർട്ടിയും സംഘടനയായിട്ട് പറയുന്നതെങ്കിൽ 1977 അവർ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. അന്ന് ജനസംഘം ഉൾപ്പെട്ട ജനതാ പാർട്ടിക്ക് CPM-നും വോട്ട് ചെയ്തുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിൽ ഹരിശ്രീ കുറിച്ചത്. 2016 വരെ അവർ CPM-ന്റെ പാളയത്തിലും LDF-ന് വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചതും വോട്ട് ചെയ്തതും. അപ്പോഴൊക്കെ അവർ പുരോഗമനവാദികളെ നവോത്ഥാന സിദ്ധാന്തക്കാരും CPM-ന്റെ പടിയിറങ്ങുമ്പോൾ അവര് തീവ്രവാദികളും ആവുന്ന ഈ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാലത്തും ബന്ധമില്ല. 2021 ഇതേ SDP-യും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും മറുപക്ഷത്ത് തന്നെയായിരുന്നു. UDF-ന് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അന്ന് 99 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചില്ലേ? അപ്പോൾ പെട്ടെന്ന് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ തിരിച്ചടി കിട്ടുമ്പോൾ ഈ രീതിയിലുള്ള വർഗീയ കൂട്ടായ്മയെക്കുറിച്ച് പിണറായി വിജയൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന പ്രസംഗങ്ങളൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ തന്നെ പിണറായി വിജയൻ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ ചൂണ്ടിക്കാണിച്ച് വീണ്ടും തങ്ങളുടെ കയ്യിലുള്ള പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണോ കാണേണ്ടത്? നികേഷ്, നമ്മളിതിനെ കാണേണ്ടത് മുഖ്യമന്ത്രി ഈ പ്രശ്നം എടുത്തിട്ടത് അദ്ദേഹം നടത്തിയുള്ള പ്രതികരണം അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോസ്റ്റ്മോർട്ടമാണ് എന്ന രീതിയിൽ കാണുമ്പോൾ ആണ് അബദ്ധമുണ്ടാവുന്നത്. മുഖ്യമന്ത്രി കൃത്യമായിട്ടും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രചരണത്തിൻ്റെ ആദ്യ വിത്തിടുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം താങ്കൾ പറഞ്ഞ പോലെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇതേ SDP-യും മറ്റും അപ്പുറത്തായിരുന്നല്ലോ വോട്ട് ചെയ്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നിന്നിരുന്നത് LDF വിരുദ്ധമായിട്ടാണ്. പക്ഷേ അന്ന് 99 സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്തുകൊണ്ട് മാറ്റം? ഈ മാറ്റത്തിൻ്റെ പ്രശ്നത്തേക്കാൾ കൂടുതൽ അതിന് കുറേ കാരണങ്ങളുണ്ട്. ഈ LDF-ൻ്റെ പരാജയത്തെ ഇപ്പോൾ ഷംസുദ്ദീൻ പറഞ്ഞ പോലെ ഒറ്റക്കാരൻ പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് ഒറ്റയടിക്ക് ആണിയടിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. കുറേ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം SDP-യും ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി അവർ മാറി വോട്ട് ചെയ്തു എന്നുള്ളതല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും NDF-ൻ്റെയോ PFIയുടെയോ അല്ലെങ്കിൽ SDP-യുടെ ഒക്കെ മൊത്തം വോട്ടുകളും UDF-ന് കിട്ടിയത് കൊണ്ടുള്ള പരാജയമാണ് എന്നതിനേക്കാൾ
ഇത്തവണ അവർ UDF വേണ്ടി അരയും തലയും മുറുക്കിയിട്ട് രംഗത്തുണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് എല്ലാ ആളുകൾക്കും മലബാർ പ്രദേശത്ത് ഇപ്പം എല്ലാവർക്കും, ശംസുദ്ദീൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റുള്ള UDF പ്രവർത്തകരെക്കാൾ കൂടുതൽ ആവേശത്തിൽ LDF തോൽപ്പിക്കാൻ രംഗത്തിറങ്ങിയിട്ടുള്ളത് ഈ പ്രസ്ഥാനക്കാർ. അവരുടെ വോട്ട് മറിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. അതുമല്ല മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി ഇത് പറയുന്നതിന് പിന്നിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ഈ നിലപാട് SDPIയോടും അല്ലെങ്കിൽ PFIയോടും ജമാഅത്തെ ഇസ്ലാമിയോടൊക്കെ കടുത്ത വിരോധമുള്ള പ്രസ്ഥാനമാണ് സമസ്തയുടെ മുഷാവറയുടെ പല ഘട്ടങ്ങളിലെ പ്രഖ്യാപന തീരുമാനങ്ങളിലും ഒരിക്കൽ പോലും അവർ തൊട്ടുകൂടാത്ത വിഭാഗങ്ങളായിട്ട് കണക്കാക്കിയിട്ടുള്ള ഒന്ന് RSS സംഘപരിവാർ, രണ്ടാമത്തേത് ജമാഅത്തെ ഇസ്ലാമി, മൂന്നാമത്തേത് ഈ PFI ഉൾപ്പെടുന്ന ഈ SDPI ഉൾപ്പെടുന്ന വിഭാഗം. ഈ ആളുകളുമായിട്ട് ഒരു തരത്തിലുള്ള കോംപ്രമൈസും AP ആയിട്ട് പോലും വേണമെങ്കിൽ അവരുടെ വാർത്തകളൊക്കെ കൊടുക്കുന്ന രീതി, അവരുടെ മുഖപത്രത്തിലൊക്കെ അവരെടുത്ത നിലപാടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ദഹിക്കാത്ത ഒരു കാര്യമാണ് SDPIയുടെയും മറ്റും പിന്തുണ. അവരുടെ പിന്തുണ കൊണ്ട് അവരുടെ ശ്രമഫലമായിട്ട് നേട്ടമുണ്ടാക്കിയതുള്ളത്. അത് അവരുടെ ഇടയ്ക്കിടയിലുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ആ ഒരു വിചാരം, ആ ഒരു സാധ്യത വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ, തദ്ദേശ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അത് ലക്ഷ്യം വെച്ചുകൊണ്ടല്ലാതെ പിണറായി ഇപ്പോഴത്തെ കാലത്ത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് പ്രഖ്യാപിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ആ കാര്യം അദ്ദേഹത്തിന് അറിയാം, എല്ലാവർക്കും അറിയാം. ഈ SDPI വോട്ട് കൊണ്ടോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊണ്ടോ മാത്രമല്ല ഈ 19 മണ്ഡലങ്ങളിലും പരാജയം സംഭവിച്ചതെന്നുള്ള കാര്യം. അതിന് കാരണം മറ്റ് പലതുമുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരമുണ്ട്, പല ആളുകളുടെയും പിന്നെ എന്താണ് പ്രതികരണത്തിലെ ശൈലിയിലെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതോടൊപ്പം മറ്റ് പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത് മാത്രം പറയുന്നു. സജീവൻ നോക്കൂ, നമ്മൾ ഐസ്ക്രീം പാർലർ കേസ് മുതൽ പിന്നീട് ഇങ്ങോട്ട് കാണുന്നത് CPMലെ ആദ്യഘട്ടത്തിലെ പിണറായി വിജയൻ വിഭാഗവുമായി മുസ്ലിം ലീഗിനൊരു തന്ത്രപരമായ സഹകരണം ഉണ്ടായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന് തന്ത്രപരമായ സഹകരണം ഉണ്ടായിരുന്നു. പിന്നീട് അതെങ്ങനെയാണ്? പിന്നീട് ഔദ്യോഗിക വിഭാഗം പൂർണ്ണമായി പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിച്ചു. ഇപ്പോൾ ഈ രണ്ട് പ്രതിപക്ഷങ്ങൾ എടുക്കുക, 2016, 2021, 2021, 24 വരെയുള്ള പ്രതിപക്ഷത്തെ എടുക്കുക. നിഷ്ക്രിയമാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ എഞ്ചിനായിട്ടുള്ള മുസ്ലിം ലീഗ് വേണ്ടത്ര ചലിക്കുന്നില്ല എന്ന കാരണത്താലാണ്. അവിടെ പിണറായി വിജയന് ആ നിലയിലൊരു വിജയവും ഉണ്ടായിരുന്നു. കാരണം വലിയ പ്രക്ഷോഭങ്ങളെ ഒന്നും ഈ രണ്ട് സർക്കാരുകൾക്കും നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നു, ചന്ദ്രിക മുണ്ടുടുത്ത മോദി എന്ന് എഴുതി വെക്കുന്നു. അപ്പോൾ ഇനി എന്താണ് കാണാൻ പോകുന്നത്? ഇത് 2 വർഷമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ശക്തമായിട്ട് വരുന്നതെന്നുള്ള കാരണം നമുക്കറിയാം. അതായത് CPMൻ്റെ പിന്തുണയോട് കൂടിയിട്ട് സമസ്തയിലൊരു വിഭാഗം, ആ ഒരു വിഭാഗം നിൽക്കുന്നു, അവരെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് നിൽക്കുന്നു. ലീഗിനകത്ത് തന്നെ ഉള്ള ലീഗിന് മൊത്തമായിട്ട് കിട്ടേണ്ട വോട്ടുകളായിട്ടുള്ള സമസ്ത വോട്ടുകൾ അത് ഭിന്നിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ പ്രശ്നമുണ്ടാകുന്നു. കുറേ CIC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള വിഭിന്നത ഉണ്ടാക്കുന്നു. ആ ഭിന്നത വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ വഖഫ് ബോർഡ് നിയമനത്തിൻ്റെ പ്രക്ഷോഭം പൂർണ്ണമായിട്ടും കയ്യിലെടുത്തുകൊണ്ട് മുഴുവൻ മുസ്ലിം സംഘടനകളെയും തങ്ങളുടെ കൊടിക്കയിൽ കൊണ്ടുവരുന്ന രൂപത്തിൽ മുസ്ലിം ലീഗ് ശ്രമിച്ചപ്പോൾ അതിനെ പൂർണ്ണമായും തകർത്തുകൊണ്ട് സമസ്തയെ ഇപ്പുറത്ത് കൊണ്ട് അവരുമായി ചർച്ച നടത്തിയൊക്കെ ചെയ്തിട്ടുള്ളത് CPM ആണ്, പിണറായിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ മുതൽ വിരോധം തുടങ്ങും. CIC പ്രശ്നത്തിൽ ഇത് നമ്മളുടെ ഇത് രൂക്ഷമാവും. ഇതിങ്ങനെ ഓരോ ഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നത്തിൽ CPM ലീഗിന് കിട്ടേണ്ട വോട്ട്, ലീഗിൻ്റെ കാൽക്കീഴിലുള്ള മണ്ണ് ഒലിപ്പിച്ച് കളയാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അതാണ് സത്യത്തിൽ ഇപ്പോഴുള്ള പ്രശ്നം. ഈ സമസ്തയിൽ ഇത്തരം ഒരു പ്രശ്നം, സമസ്ത ഈ ലീഗ് വിരുദ്ധരായിട്ട് മാറുന്നതിൽ, സമസ്തയിൽ മുഴുവനല്ല കുറേ പേര് മാറുന്നതിന് പിന്നിൽ CPMൻ്റെ ശ്രമമുണ്ട് എന്നുള്ള വലിയ തോന്നൽ ഉണ്ട്. അത് ആണ് ഇപ്പോൾ പാണക്കാട് തെങ്ങന്മാരെ ശക്തമായിട്ടൊന്നും ഇങ്ങനെ പറയാറില്ല. ഇത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലത്തോ ഒന്നും ഇത്രയും രൂക്ഷമായിട്ട് അവർ പ്രതികരിക്കാറ്, മറ്റുള്ള ആളുകളാണ് പ്രതികരിക്കുക. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് സാദിഖ് അലി തങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നു വെച്ചാൽ അദ്ദേഹം കൂടി ഉൾപ്പെട്ട CIC പ്രശ്നത്തിലുൾപ്പെടെ വളരെ രൂക്ഷമായ നിലപാടുകൾ ഉണ്ടാകുന്നു. ലീഗുമായിട്ട് വളരെ കടുത്ത ശത്രുതയിലേക്ക് സമസ്ത പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അതിന് കാരണക്കാർ CPM ആണ്,
പിണറായിയാണെന്നുള്ള തോന്നൽ ഇവർക്കുണ്ട്. സ്വാഭാവികമായിട്ട് ആ ശത്രുതയുണ്ട്. ആ ശത്രുത ഇനിയിപ്പോൾ ഇതൊക്കെ വരുമ്പോഴും മുഖ്യമന്ത്രി പറയുന്നു ഇവിടെ ലീഗ് നേതാക്കന്മാരെല്ലാവരും ശക്തമായിട്ട് പ്രതികരിച്ചു. ഇപ്പോൾ തന്നെ ഈ ചർച്ചയിൽ ഇപ്പോൾ ഷംസുദ്ദീനൊക്കെ ഗംഭീരമായിട്ട് പ്രതികരിച്ചല്ലോ. ഇതിനെ അങ്ങോട്ട് ശക്തമായിട്ട് കൂടും. ഇത് രണ്ട് വിഭാഗം ആവേശത്തോടു കൂടി നടത്തും. കാരണം CPM-നെ അല്ലെങ്കിൽ LDF-നെ പ്രധാനമായും വേണ്ടത് ഈ PFI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ എതിർക്കുന്ന വിഭാഗത്തെ സമസ്തയെ അവരെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞു പോയ പരാജയം 19 സീറ്റും പോയത് അല്ല, അതിൻ്റെ ഒരു കൊതിക്കറിവല്ല പിണറായി നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ വസീഫ് നോക്കൂ, ഫ്രസ്ട്രേഷൻ എന്ന വാക്കാണ് ഇന്നിപ്പോൾ PMA സലാം ഉന്നയിച്ചിട്ടുള്ളത്, മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്താണ് പിണറായി വിജയൻ്റെ ഫ്രസ്ട്രേഷൻ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി പിണറായി വിജയന് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ള നിലയാണോ? അതായത് നോക്കൂ, സുന്നികളെ പ്രീണിപ്പിക്കാൻ, പ്രത്യേകിച്ച് EK സുന്നികളിൽ ഒരു വലിയ വിഭാഗം വോട്ടുകൾ താങ്കൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം തന്നെ രൂപപ്പെടുത്തി, അജണ്ട തന്നെ രൂപപ്പെടുത്തി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? പൊളിറ്റിക്കലായി ആ വോട്ടുകൾ സമാഹരിക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിം ലീഗ് പറയുന്ന രീതിയിൽ, ജമാഅത്തെ ഇസ്ലാമി പറയുന്ന രീതിയിൽ, PFI പറയുന്ന രീതിയിൽ എന്നുള്ളതാണ്. അതായത് സുന്നി പണ്ഡിത സഭയെ ആശ്രയിച്ച പിണറായി വിജയന്, CPM-ന് പക്ഷേ ആ വോട്ടുകൾ സമാഹരിച്ച് നൽകാൻ ഈ പറയുന്ന പണ്ഡിത സഭയ്ക്ക് സാധിച്ചില്ല. അതേസമയം പൊളിറ്റിക്കലായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് സാധിച്ചു. അവിടെയാണ് ഫ്രസ്ട്രേഷൻ. നികേഷ്, ഈ PMA സലാമിന് ലീഗിലുള്ള സ്വാധീനത്തെക്കുറിച്ച് നമുക്കറിയാലോ. ലീഗിൽ ഇപ്പോഴും നടക്കുന്ന ചർച്ച PMA സലാമിനെ മാറ്റി നിർത്തണം എന്നുള്ളതല്ലേ? നമുക്കറിയുന്നതല്ലേ, അതൊക്കെ പകൽ പോലെ വ്യക്തമല്ലേ. ഈ PMA സലാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇത്ര ഗൗരവത്തിൽ മുസ്ലിം ലീഗിൻ്റെ അണികൾ തന്നെ കാണുമോ? എന്തൊക്കെയോ വിളിച്ചു പറയുക ചെയ്യുക. ഇതേ PMA സലാം ഇപ്പോൾ CPM-നെ വിമർശിക്കുന്നുണ്ടല്ലോ, മുണ്ടുടുത്ത മോഡി എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹമല്ലേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പല്ലേ മുസ്ലിം ലീഗിലെ തന്നെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള MSF-കാർ പുറത്തുവിട്ട് എന്ന് പറഞ്ഞ് നാട്ടിലൊക്കെ കിട്ടിയത്? എന്തായിരുന്നു ആ വോയിസ് ക്ലിപ്പ്? RSS-ഉമായിട്ട് ഞാൻ ചർച്ച നടത്തിക്കോളാം, ഞാൻ ഇടപെട്ടോളാം, വോട്ട് നമുക്ക് വാങ്ങാം എന്നല്ലേ പറഞ്ഞത്? ഇവർക്ക് എന്ത് രാഷ്ട്രീയമാണ്? ഇവരിപ്പോൾ ഈ മുണ്ടുടുത്ത മോഡി എന്നൊക്കെ പിണറായി വിജയനെ പറയുമ്പോൾ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് മോഡിയെ ഒന്ന് വെള്ള അടിച്ച് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ ഇവർ നടത്തുന്നത്? രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും വേട്ടയാടി ജനാധിപത്യത്തെ വെല്ലുവിളിച്ച് രാജ്യത്ത് വലിയ ഭയം വിതച്ച് മുന്നോട്ട് പോകുന്ന സംഘപരിവാരത്തിൻ്റെ നേതൃത്വത്തെ ഈ കേരളം പോലെയുള്ള ഒരു മതനിരപേക്ഷ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെ മോഡിയോട് ഉപമിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നൗഷാദ് ഉൾപ്പെടെയുള്ളവരുടെ സംഘടനയുടെ നേതാക്കന്മാർ അത് അംഗീകരിക്കുമോ? എന്തിന് രാഹുൽ ഗാന്ധി അംഗീകരിക്കുമോ? നോക്കൂ, നിങ്ങൾ എത്രത്തോളം കടന്നാണ് ഈ മുസ്ലിം ലീഗിന്റെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത്. എങ്ങനെ ഇവർക്ക് ഇതിന് സാധിക്കുന്നത്? എവിടേക്കാണ് ഇവർ പോകുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം RSS അല്ല മുഖ്യ ശത്രു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയല്ല പ്രശ്നം, അധികാരമാണ് പ്രശ്നം എന്നല്ലേ ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇനി മുഖ്യമന്ത്രി ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിയും PFI-യുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇവരുടെ മുഖം വികൃതമായി എന്ന് പറഞ്ഞാൽ ഇവർ ഉദാഹരിക്കേണ്ടത് മുണ്ടുടുത്ത മോഡി എന്ന് പറഞ്ഞുകൊണ്ടാണോ? എത്ര ഹീനമാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ മുക്കം ഫൈസിയെ ഇവരെന്ത് വിളിക്കും? EK സുന്നി നേതാവ് സമസ്തയുടെ പണ്ഡിത സഭാംഗം ഉമർ ഫൈസിയെയും അതുപോലെ തന്നെ ആ പണ്ഡിത സഭയിലുള്ള അംഗങ്ങളെയും ഒക്കെ ഷംസുദ്ദീൻ ഒന്ന് പറയോ, നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? മുണ്ടുടുത്ത മോഡി എന്ന് വിളിക്കോ, അല്ലെങ്കിൽ അമിത്ഷാ എന്ന് വിളിക്കോ? നിങ്ങൾ വിളിക്കോ? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും PFI-യുമായിട്ടും നിങ്ങൾക്ക് അവിഹിതമായ ബന്ധമുള്ളത്, ആ ബന്ധവും ആ ഐക്യവും ഉണ്ടാക്കുന്നത് ഈ കേരളത്തിലും ഇവിടുത്തെ മതനിരപേക്ഷ വിശ്വാസികൾക്കും ഗുണം ചെയ്യില്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് സമസ്തയുടെ നേതാക്കന്മാരില്ലേ? എന്തിന്? നിങ്ങളുടെ KM ഷാജി പറഞ്ഞിട്ടില്ലേ? ഞാൻ നേരത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ. MK മുനീർ പറഞ്ഞിട്ടില്ലേ? ഈ സംഘടനയൊക്കെ പിരിച്ചുവിടുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ളവരുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിൽ എന്നല്ലേ അവർ പറഞ്ഞത്. ആർക്കാ യഥാർത്ഥത്തിൽ ഫ്രസ്ട്രേഷൻ? സ്വന്തം പച്ചക്കൊടി പോലും ഉപയോഗിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ലേ ഈ മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് ഇത്തവണ? അവിടെയല്ലേ ഇവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകേണ്ടത്?
ഇവരുടെ ഫ്രസ്ട്രേഷൻ അതാണ്. ഇവരുടെ വോട്ട് വേണം, എന്നാൽ ഇവരുടെ സാന്നിധ്യം ഇവരുടെ പിന്തുണയും ഉണ്ട് എന്ന് ജനം അറിയരുത് എന്ന തരത്തിലായിരുന്നില്ലേ കോൺഗ്രസിന്റെ ഇടപെടൽ? എന്നാൽ ഞങ്ങൾ അങ്ങനെ ആയിരുന്നോ നികേഷേ? ഇവർ ഞങ്ങളെ കളിയാക്കുന്നുണ്ട്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് ഞങ്ങളൊരു ക്യാപ്ഷൻ വെച്ചപ്പോഴൊക്കെ ഇവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷവും ഒക്കെയല്ലേ രാജ്യത്ത് തീവ്ര വലതുപക്ഷത്തിലേക്ക് പോകുന്ന ഈ BJP ഗവൺമെന്റിനെ തടഞ്ഞു നിർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചത്? രാജ്യത്തുടനീളം കർഷക സമരത്തിന്റെ അന്തരീക്ഷത്തിന് പിന്തുണ കൊടുത്ത ആ രാഷ്ട്രീയം രാജ്യത്തുടനീളം പറഞ്ഞു പഠിപ്പിച്ചത് ഞങ്ങളായിരുന്നില്ലേ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി ഈ രാജ്യത്ത് പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളായിരുന്നില്ലേ? ബൽക്കീസ് ബാനു കേസിൽ കോടതിയിൽ പോയി ഏറ്റവും കൃത്യമായ നിലപാട് പറഞ്ഞത് ഞങ്ങളായിരുന്നില്ലേ? രാമക്ഷേത്രം ഉണ്ടാക്കിയെടുത്ത്, നേരത്തെ ബാബരി മസ്ജിദ് നിന്നിടത്ത് അത് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയെടുത്ത് അവിടെ BJP പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ മുസ്ലിം ലീഗ് ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതൃത്വം കേരളത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ മതനിരപേക്ഷ വിശ്വാസികൾക്കും പ്രയാസമുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ആരാ ഫ്രസ്ട്രേറ്റഡ് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കുറഞ്ഞതോ 4 സീറ്റ് കുറഞ്ഞതോ ഒന്നും അല്ല പ്രശ്നം. ഞങ്ങളുടെ പ്രശ്നം രാജ്യത്തിന്റെ മതനിരപേക്ഷതയാണ്. ഞങ്ങൾ 4 വോട്ടിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നവരല്ല. എല്ലാ കാലത്തും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ചേർത്തു നിർത്തുന്ന രാഷ്ട്രീയ നിലപാടാ ഞങ്ങൾ മുന്നോട്ട് വെക്കാറ്. എന്നാൽ ഇവിടെ എങ്ങനെയാ ഈ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടും മുസ്ലിം ലീഗ് പിന്തുണക്കുന്ന കോൺഗ്രസ് എടുക്കുന്ന നിലപാടുമൊക്കെ ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഈ രാമക്ഷേത്രത്തിന് വെള്ളി ഇഷ്ടിക കൊടുത്തയക്കുകയും അതോടൊപ്പം തന്നെ ഇതെന്റെ പറഞ്ഞവരുമല്ലേ കോൺഗ്രസിന്റെ നേതൃത്വം? ദയവായി തുടരുക. ഷിയൻ ഷംസുദ്ദീൻ, നോക്കൂ, ഞാൻ ഇന്ത്യ വിഷൻ കാലഘട്ടത്തിലൊക്കെ തന്നെയും ഈ പറയുന്ന മുസ്ലിം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളാണ്, അതായത് മറ്റ് മതേതര കക്ഷികളല്ല, ഞങ്ങൾ തന്നെയാണ് ഈ മുസ്ലിം സമുദായത്തിൽ ഉദയം ചെയ്യുന്ന തീവ്ര നിലപാടുള്ള സംഘടനകളെ ആദ്യം എതിർക്കേണ്ടത്. നേരത്തെ ഇവിടെ വസീഫ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഡോക്ടർ MK മുനീറിൻ്റെ ആദ്യകാല പ്രസംഗങ്ങൾ, പിന്നീട് ഷാജി തന്നെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, അതിനുശേഷം ഷാജി മതമാണ് പ്രശ്നം എന്നുള്ള ഒരു തിരുത്തലൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നിലയിലുള്ള നിലപാടുകളൊക്കെ എടുത്തിട്ടുള്ളത് സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളാണ് ഈ തീവ്ര നിലപാടുകാരെ എതിർക്കേണ്ടത്, അതിന് ചേർന്നു പോകുന്ന, അതുമായി ഒത്തുപോകുന്ന നിലപാടാണോ ഈ സമീപകാലങ്ങളിൽ മുസ്ലിം ലീഗ് എടുക്കുന്നത് എന്നുള്ളതാണ് ആത്യന്തികമായി ചോദിച്ച ചോദ്യം. മുമ്പ് അവരെ എതിർക്കുന്നു, ഇപ്പോൾ അവരുടെ പിന്തുണ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു. രണ്ടും ഒന്നാണോ ഷിയൻ ഷംസുദ്ദീൻ? അല്ല, ഇവിടെ നികേഷ് കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ്. നികേഷിന് കാര്യം മനസ്സിലാവാഞ്ഞിട്ടല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ കക്ഷികളുമായി ഞങ്ങളൊരു സഖ്യമോ ധാരണയോ ഒന്നുമില്ല. അതെല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ? അതിൽപ്പെട്ട ഒരു കക്ഷി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പോലും ഞങ്ങൾ അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരാണ്. ഇടതുപക്ഷം അത്രത്തോളം പോവാറില്ല. അപ്പോൾ വളരെ ശുദ്ധമായ മതേതര രാഷ്ട്രീയം ഞങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി ഒരു പുതിയ ചർച്ച ഉണ്ടാക്കുകയാണ്. ഇതിവിടെ നേരത്തെ ശ്രീ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഇത് അടുത്ത തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരു ആദ്യ പടിയാണ്. അത് ആ പുതിയ തന്ത്രത്തിൻ്റെ ആദ്യ പ്രഖ്യാപനമാണ്. അല്ലാതെ ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണോ സഖ്യത്തെക്കുറിച്ച് സംസാരിക്കൽ? ഈ സംസാരം ഇവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞോ? അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നയത്തിലും നിലപാടിലും തീവ്രവാദത്തോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ എൻ്റെ സ്നേഹിതൻ വസീഫ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം മലപ്പുറത്തൊരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊരു വലിയ മത്സരമൊക്കെ നടത്തി. ഒരു ചെറുപ്പക്കാരൻ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അതിദയനീയമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പരാജയം. 3 ലക്ഷം വോട്ടിനാണ് മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് തോൽക്കേണ്ടി വന്നത്. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരുപാട് സംഗതി ഉണ്ടായിരുന്നു. സമസ്തയുടെ വോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വോട്ട് പ്രതീക്ഷിച്ച് ആരും ഇരിക്കേണ്ടതില്ല. സമസ്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലീഗുകാരുള്ളത് സമസ്ത അനുഭാവികളും വിശ്വാസികളും അതുമായി ബന്ധപ്പെട്ടവരുമാണ്. സമസ്തയിൽ ഏറ്റവും കൂടുതലുള്ള പാർട്ടി മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിലും ഏറ്റവും കൂടുതലുള്ളത് സമസ്ത അനുഭാവികളായിട്ടുള്ള ആളുകളാണ്. ആരെങ്കിലും 1-2 ആളുകൾ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടാക്കാൻ വിചാരിച്ചാൽ അതിൻ്റെ പേരിൽ രാഷ്ട്രീയമോ വോട്ടോ ഒന്നും മാറാൻ പോകുന്നില്ല. പിന്നെ എന്നോട് വസീഫ് ആവർത്തിച്ച് ചോദിച്ചത് ഉമ്മർ ഫൈസിയെക്കുറിച്ച് എന്താ ശംസുദ്ദീൻ പറയാത്തതെന്ന്.
ഉമ്മർ ഫൈസി സമസ്തയുടെ തലപ്പത്തുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണമുണ്ട്. അതിൽ ഞങ്ങളൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന് വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണമുണ്ട്. പക്ഷേ സമസ്തയെ ഉപയോഗിച്ച് സമസ്ത ലേബലിൽ ഞങ്ങൾക്കെതിരെ പറയാൻ വരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അതിൽ വിയോജിപ്പുള്ളൂ. അദ്ദേഹത്തിന്റെ അല്ല, അവിടെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഞാൻ ഇടപെടുന്നത്. ഉമർ ഫൈസി മുക്കത്തിന് രാഷ്ട്രീയ വീക്ഷണമുണ്ട് എന്ന് ലീഗ് കാണുന്നു. പക്ഷേ ഉമർ ഫൈസി മുക്കം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞത് സമസ്തയുടെ അഭിപ്രായമല്ലേ? അല്ല, അത് ഉമ്മർ ഫൈസിയുടെ അഭിപ്രായമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സമസ്തന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ഉമ്മർ ഫൈസിയുടെ അഭിപ്രായത്തിന് വ്യത്യാസമല്ല. സമസ്തയുടെ അഭിപ്രായം പറയേണ്ടത് ഉമ്മർ ഫൈസിയല്ല. സമസ്തയുടെ അഭിപ്രായം പറയേണ്ടത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുണ്ട്, അതുപോലെ തന്നെ ആലിക്കുട്ടി ഉസ്താദ് ഉണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ജോയിന്റ് സെക്രട്ടറി ഉണ്ടാവുക എന്ന് കരുതി ഇപ്പോൾ ഉമ്മർ ഫൈസിന്റെ സ്റ്റാൻഡ് എടുക്കാം. പക്ഷെ ഉമ്മർ ഫൈസി സമസ്ത ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയം പറയാൻ വരുമ്പോഴേ പ്രശ്നമുള്ളൂ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ മുണ്ടുടുത്ത മോഡി എന്ന് ഞങ്ങളല്ല ആദ്യം വിളിച്ചത്, CPI-ക്കാരെ വിളിച്ചത് മുഖ്യമന്ത്രിയുടെ സമീപനത്തിനെതിരെ. ഇപ്പം ഞാൻ ഈ ചർച്ച നടക്കുമ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ സമീപനത്തിനെതിരെ രൂക്ഷമായ വിമർശനം, മുഖ്യമന്ത്രി മൈക്കിനോട് പോലും അസഹിഷ്ണുത കാണിക്കുന്നു എന്നൊക്കെ നിങ്ങളുടെ ചാനലിലാണ് എഴുതി കാണിക്കുന്നത്. ഇതാണ് ചന്ദ്രികയുടെ മുഖപ്രസംഗത്തിൽ വന്നിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ പുതുതായ ഒരു രാഷ്ട്രീയ ബാന്ധവമോ രാഷ്ട്രീയ ബന്ധമോ ലീഗിൻ്റെ തീവ്രവാദ നിലപാടിനൊരു പുതിയ ആഖ്യാനമോ ഇപ്പം ഉണ്ടായിട്ടില്ല. പിന്നെ മുണ്ടുടുത്ത മോഡി എന്ന് പറയുന്നതിലേക്ക് പോയ കാര്യങ്ങൾ എന്താണ്? വടകരയിലുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ട് അല്ലേ? അവിടെ നിന്നിട്ട് ആ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ കഥകളെല്ലാം പുറത്തു വന്നല്ലോ, ആരാ ഉണ്ടാക്കിയെന്ന്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വടകരയിൽ ഞങ്ങൾ പിന്നെ കാഫിറിന് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന രീതിയിലാണല്ലോ നിങ്ങൾ ഈ പരിശ്രമം ഉണ്ടാക്കി. കാഫിർ ഇൻവെർട്ടഡ് കോമയിലാണേ. എന്നാൽ കോഴിക്കോട്ടും പിന്നെ അതുപോലെ കണ്ണൂരും കാസർകോട്ടും ബാക്കി കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് അത്യാവശ്യം വോട്ട് സ്വാധീനമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്ന ഈ കാഫിർ എന്ന് നിങ്ങളൊരു വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളെ പേരിലുണ്ടാക്കിയ സ്ക്രീൻഷോട്ടാണല്ലോ. ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പിടിക്കാനാണ് വാശിയോടുകൂടി ഞങ്ങളും ഞങ്ങളുടെ അണികളും പ്രവർത്തിച്ചത്. അതെന്താ? അത് രാഷ്ട്രീയമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, ഞങ്ങൾ UDF-ലെ പ്രബലമായ കക്ഷിയാണ്. UDF-ന്റെ രാഷ്ട്രീയമാണ് ലീഗിൻ്റെ രാഷ്ട്രീയം. അതാണ് ഞങ്ങൾ പ്രായോഗികമാക്കിയത്. അല്ലാതെ മതം ഏതാണ് ജാതി ഏതാണെന്ന് നോക്കിയിട്ടില്ല. അത്തരം പ്രവർത്തനമൊക്കെ അപ്പുറത്തുള്ളവരാണ് നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ എല്ലാ കാലത്തുള്ളതാണെന്ന്. മുമ്പ് CM ഇബ്രാഹിമും മുരളീധരനും കോഴിക്കോട് മത്സരിച്ചപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനം നിങ്ങൾ നടത്തിയില്ലേ? കോഴിക്കോട്ട് കരീം ഖാണ്ടായില്ലേ? കരീം ഖാൻ്റെ കൂടെ അല്ല അവിടുത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകർ നിന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകർ നിന്നത് രാഘവേട്ടൻ്റെ കൂടെ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ഒരു വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? ആ വിഭജനത്തെക്കുറിച്ചാണ് മുണ്ടെടുത്ത മോഡി പരാമർശം CPI-ക്കാർ മുമ്പ് പറഞ്ഞത്, ഇവിടെ ആവർത്തിച്ചത്. അല്ലാതെ ഇവിടെ ഞാൻ വസീഫിലേക്ക് തന്നെ തിരികെ പോവാണ്. ഇപ്പോൾ ശംസുദ്ദീൻ പറഞ്ഞ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, മലപ്പുറത്ത് താങ്കളുടെ തെരഞ്ഞെടുപ്പ് തോൽവി. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടത് താങ്കളുടെ കുഴപ്പം കൊണ്ടല്ല എന്ന്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ജസ്റ്റ് കടന്നുകൂടുമെന്ന് വിചാരിച്ചിടത്ത് പോലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം UDF നേടുന്നത് പോലും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് മലപ്പുറത്തെ താങ്കളുടെ പരാജയം ആ നിലയിൽ വലിയ ആഘാതമായി കാണുന്നുണ്ടാവണമെന്നില്ല താങ്കൾ വ്യക്തിപരമായി പോലും. പക്ഷേ അവിടെ ഞാൻ നേരത്തെ ചോദ്യം എൻ ഷംസുദ്ദീൻ്റെ ഉത്തരത്തിലൂടെ ഒന്നുകൂടി ആവർത്തിച്ചെടുത്ത് ചോദിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. നോക്കൂ, സമസ്തയിലെ AP വിഭാഗം പിന്തുണയ്ക്കുമെന്നും EK വിഭാഗത്തിലെ ഒരു വലിയ ശതമാനം വോട്ട് കിട്ടുമെന്നും നിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കൺസോൾഡേറ്റ് ചെയ്ത് UDF-ലേക്ക് പോകുന്നു. അതേസമയം നിങ്ങളിപ്പോൾ പിണറായി വിജയൻ ഈ SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ വിമർശിച്ച് പ്രസ്താവന ഇറക്കുന്നു. അപ്പോൾ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുകളാണ് മുസ്ലിം സമുദായത്തിലേക്ക് കൂടുതൽ വേരൂന്നുന്നത്, സമസ്തയുടെ സാമൂഹികമായ ഇടപെടലല്ല. സാമൂഹികമായ ഇടപെടലിന് സമസ്ത ഇപ്പം ഞാനൊരു മുസ്ലിമാണ് എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സമസ്ത വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കലായ ഇഷ്യൂ വരുമ്പോൾ സമസ്തയല്ല കേൾക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ശിവസീഫ്? നികേഷ്, ഒരു തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിലാണ് ആളുകൾ ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങൾ ഈ രാജ്യത്തെടുക്കുന്ന സത്യസന്ധമായ രാഷ്ട്രീയ നിലപാട്, ആ നിലപാട് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ വിശ്വാസികൾ സ്വീകരിക്കും എന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ ഏറ്റവും കാര്യക്ഷമമായി രാജ്യത്തെ സംഘപരിവാരത്തിനെതിരെ, അവരുടെ നയങ്ങൾക്കെതിരെ, അവരുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ എല്ലാം നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയും മുന്നണിയും ഞങ്ങളുടേതാണ് എന്നുള്ളത് എനിക്ക് അറിയേണ്ടത്
സമസ്ത ഞാൻ അതിലേക്കാ സമസ്ത വരുന്നത്. പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്. സമസ്തയുടെ ഞാൻ പിന്തുണ അതിലേക്കാ നിങ്ങൾക്ക് വരുന്നത് ഉണ്ടായിരുന്നു നികേഷ്. എന്നാണ് ഞാൻ പറയുന്നത്. അതിലേക്കാ വരുന്നത്. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് ഞാൻ മെഷീനിൽ അതിലേക്കാ കണ്ടില്ല. വരുന്നത് നികേഷേ. അതെ, അതാ ഞാൻ അതിലേക്കാ വരുന്നത് നികേഷേ. അതിൽ പല പല ഘടകങ്ങൾ ഉണ്ടാകും. ആ പല പല ഘടകങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സമസ്തയുടെ വോട്ട് കിട്ടിയിട്ടില്ല, AP-യുടെ വോട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കിട്ടിയിട്ടില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇതിൽ ആരൊക്കെയാണ് വോട്ട് ചെയ്തത്, ആരൊക്കെയാണ് വോട്ട് ചെയ്യാത്തത് എന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലേക്ക് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പൊ ഷംസുദ്ദീനൊക്കെ പറയുന്നുണ്ടല്ലേ, ഇതുകൊണ്ടാണ് മുണ്ടുടുത്ത മോഡി എന്ന് വിളിച്ചത് എന്ന. CPI-ക്കാർ എവിടെ വിളിച്ചു എന്നാ പറയുന്നത്? ഇവർ ഊഹം പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു കമ്മിറ്റിക്കുള്ളിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഗോസിപ്പുകൾ വെച്ച്, അല്ലെങ്കിൽ തോന്നലുകൾ വെച്ച്, പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വെച്ച് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ CPI-ക്കാർ വിളിച്ചത് വെച്ച് വിളിക്കേണ്ടവരാണോ? അത്ര രാഷ്ട്രീയ ബോധ്യമില്ലാത്തവരാണോ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം? ഇത് നിങ്ങൾ എവിടെയും പറഞ്ഞതല്ല. മഹാന്മാരിരുന്ന കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപജയത്തിന്റെ ഉദാഹരണമാണ്. ചന്ദ്രിക പോലെയുള്ള ഈ രാജ്യത്തെ ഒരു പത്രത്തിന്റെ എഡിറ്റോറിയലിലാണ് നിങ്ങൾ ചരിത്രപരമായ മണ്ടത്തരം എഴുതി വെച്ചത്, അപകടം എഴുതി വെച്ചത്. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തലയൊറിയുന്നത്. നിങ്ങൾ ഈ രാജ്യത്ത് RSSന് കുടപിടിക്കുന്ന നിലപാടാണ് ഇത് സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഭാവിയിൽ പറയേണ്ടി വരും. ഷംസുദ്ദീൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ എതിർപ്പുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഷംസുദ്ദീൻ അംഗീകരിക്കാൻ പറ്റില്ല, പിണറായി വിജയനെ മോഡിയോട് ഉപമിക്കാൻ ഷംസുദ്ദീന് പോലും പറ്റില്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. എന്നാൽ നിങ്ങൾ അങ്ങനെ എത്തുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ചോദ്യം. നിങ്ങളെ രാഷ്ട്രീയമായ ഒരു വിമർശനം ഉന്നയിച്ചതിന് എന്തിനാണ് നിങ്ങൾ പിണറായി വിജയനെ മോഡിയോട് ഉപമിക്കുന്നത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു എന്ന്. രാഹുൽ ഗാന്ധിയെ ഏത് ഘട്ടത്തിലാണ് കേരളത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചത്? ആ വിമർശിച്ചത് മുഖ്യമന്ത്രി മാത്രമല്ല, ഞങ്ങളൊക്കെ വിമർശിച്ചത്. എന്നാ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തേ ED അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഒരു രാഷ്ട്രീയ മര്യാദയുമില്ലാതെ രാജ്യത്തെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി രാജ്യത്തെ സംഘപരിവാരത്തിനെതിരെ തെളിമയാർന്ന നിലപാട് ചൂണ്ടിക്കാണിച്ച് പറയുമ്പോ പിന്നെ അത് പറയണ്ടേ? സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ED ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് ഓടിപ്പോയപ്പോ പോലും സംസാരിച്ചവരാ ഞങ്ങള്. KP നൗഷാദ് അലി, നിങ്ങൾ കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് തന്നെ പിണറായി വിജയനെ മുണ്ടുടുത്ത മോദി എന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ CPM-ന് മതനിരപേക്ഷ നിലപാടില്ല എന്ന് കരുതുന്നുണ്ടോ? നമുക്ക് മതനിരപേക്ഷ ഭാഗത്തേക്ക് കൂടുതൽ പാർട്ടികളെ കൊണ്ടുവരേണ്ട, അങ്ങനെ മതനിരപേക്ഷ നിലപാടെടുക്കുന്ന പാർട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ട മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ മുണ്ടുടുത്ത മോദി എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയോ? നികേഷ്, ഇവിടെ ഞാനിതിൽ എനിക്ക് രണ്ട് കാര്യം പറയേണ്ട. ഒന്ന്, നിങ്ങളെ ചോദ്യത്തിലേക്ക് തന്നെ ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ടൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇടതുപക്ഷം, ഇന്ത്യ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെറേറ്റീവ് കേരളത്തിലെ CPM ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞല്ലോ. കേരളത്തിലെ CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും CPM വലിയ മത്സരങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ബംഗാളിലുണ്ട്, ത്രിപുരയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, അങ്ങനെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലുണ്ട്, ബീഹാറിലുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഈ പറഞ്ഞ പിണറായി വിജയൻ പ്രചരണത്തിന് പോയോ? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആഴ്ചകൾ നീണ്ട വിദേശ പര്യടനത്തിന് കുടുംബസമേതം പോയതാണ്. അദ്ദേഹത്തിന് കൂടെ പോയ ആളുകളുടെ ആദ്യം മറുപടി പറഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പറഞ്ഞത്. അതന്നെ ഇത്രക്ക് നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ഇടതുപക്ഷ സങ്കല്പങ്ങളോട് ഒരു പ്രതിപത്തിയില്ലാത്ത രാജ്യത്തെ BJP വിരുദ്ധ മുന്നേറ്റത്തിന് ഒരു തരത്തിലുള്ള സംഭാവനയും നൽകാൻ തയ്യാറല്ല എന്ന് പരസ്യ സന്ദേശം നൽകിയ ആളെ ഞങ്ങൾക്കൊരു വിശ്വാസമില്ല നികേഷ്. അദ്ദേഹത്തെ മുണ്ടെടുത്ത മോഡി എന്ന് CPI-യുടെ യുവജന സംഘടന മീറ്റിംഗ് കൂടി പരസ്യമായിട്ട് വിളിച്ചതിന്റെ വാർത്തകൾ ണ്ട്. പിന്നെ നിങ്ങള് ചന്ദ്രികയിൽ വന്നതിനെ കുറിച്ച് ഇങ്ങനെ അതിവൈകാരികതയെ കൊണ്ട് അദ്ദേഹത്തെ
നൗഷാദ് അലി, താങ്കളുടെ ശബ്ദം തടസ്സപ്പെടുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. എനിക്കറിയാം താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. ഒരവസരം കൂടി താങ്കൾക്കുണ്ടാകും. ദയവായി തുടരുക. ശ്രീ എ സജീവൻ, മുണ്ടുടുത്ത മോഡി അവിടെ നിൽക്കട്ടെ. നമുക്ക് അക്കാര്യത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതാം. ഇവിടെ നോക്കൂ, കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയം എടുക്കുക. 2016 മുസ്ലിം ന്യൂനപക്ഷം കൂടുതലായി വോട്ട് ചെയ്യുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ പറയുന്നു കോണിച്ചിഹ്നം കാണുമ്പോൾ അവിടെ കുത്തുന്നവരായി ന്യൂനപക്ഷത്തെ ഇനി കാണേണ്ടതില്ല എന്ന്. 2019 ആകുമ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നു ന്യൂനപക്ഷ വോട്ടുകൾ UDF അനുകൂലമായി, കോൺഗ്രസിന് അനുകൂലമായി. തൊട്ടടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇതേ ന്യൂനപക്ഷ വോട്ടുകൾ LDF വരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും LDF വരുന്നു. 24 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വീണ്ടും അത് UDF പോകുന്നു. നോക്കൂ, എന്തുകൊണ്ടാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന് മീതെ കോൺഗ്രസിനെ കാണുന്നത്? ഇപ്പോൾ ബംഗാളിൻ്റെ അപജയത്തോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം CPM-ന് തിരികെ കൊണ്ടുവരാൻ കഴിയാത്തിടത്തോളം കാലം ഇനിയൊരു ദേശീയ തെരഞ്ഞെടുപ്പിൽ എത്ര വലിയ ന്യൂനപക്ഷ വിഷയങ്ങൾ ഉയർത്തിയാലും ന്യൂനപക്ഷ വോട്ടുകൾ CPM-ന് കിട്ടാൻ പോകുന്നില്ല എന്നാണോ കാണേണ്ടത്? അതല്ല, 2019, 2024 തെരഞ്ഞെടുപ്പ് അതാണ് നമ്മൾ നോക്കേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേറെ വിഷയമായിട്ട് എടുക്കണമല്ലോ. ഈ രണ്ട് ഘട്ടങ്ങളിലും 2014 അധികാരത്തിൽ വന്ന് തൻ്റെ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള എല്ലാ പ്രകടനങ്ങളും നടപ്പാക്കിക്കൊണ്ടിരുന്ന നരേന്ദ്രമോദി ഉണ്ടാക്കിയ ഒരു ഭീതിയുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. ന്യൂനപക്ഷങ്ങൾക്ക് മൊത്തം ഉണ്ടായിരുന്നു, അത് പക്ഷേ ഏറ്റവും കൂടുതലുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിനാണ്. ആ ഭീതിയുടെ വലിയൊരു പ്രകടനമാണ് 2019 കണ്ടത്. കാരണം ഒരു മോദി വിരുദ്ധമായിട്ട് സഖ്യമുണ്ടാകുന്നു, അവർ മഹാഗഠബന്ധനായിട്ട് വരും എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത്ര ഭീകരമായി വന്നില്ല, അത്ര ഗംഭീരമായിട്ട് വന്നില്ല. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയ വികാരം എന്ന് പറയുന്നത് അടുത്ത പ്രധാനമന്ത്രിയാണ്, നമ്മുടെ സംസ്ഥാനത്ത് മത്സരിക്കുന്ന അടുത്ത പ്രധാനമന്ത്രിയാണെന്നുള്ളതും നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്നുള്ളത്. ആ ഒരു വികാരം സ്വാഭാവികമായിട്ടും 2019 കോൺഗ്രസിന് അനുകൂലമായിട്ട് ശക്തമായിട്ട് മാറിയിട്ട്, ഒപ്പം ഈ പറയുന്ന ശബരിമല പ്രശ്നങ്ങൾ കൂടി 2024 ഇതേപോലൊരു സാധ്യത പൊതുവെ കാണുന്നു. കാരണം നരേന്ദ്രമോദി ഇടപെടുകയാണ് അവിടെ. 2019 നിന്ന് വ്യത്യസ്തമായി 24 എത്തിയപ്പോഴേക്കും BJP വലിയ ഭീഷണിയാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ BJP വിരുദ്ധം വ്യാജമാണ് എന്ന് അതേ ശബ്ദത്തോടു കൂടി പറയാൻ CPM-ഉം LDF-ഉം തയ്യാറായിരുന്നു. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയൊക്കെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതി ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതല്ല വോട്ടർമാർ വിശ്വസിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 99-നോടൊപ്പം ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്, അല്ലാതെ 4-നോടൊപ്പം ഒന്നല്ല. തീർച്ചയായിട്ടും അല്ല, അതുണ്ട്. CPM ഇവിടെ LDF-നും പ്രത്യേകിച്ച് CPM-നും മറ്റും വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൽ UDF-നും ഉണ്ട്. ഈ രണ്ട് പേരും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ BJP നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഈ നേട്ടമുണ്ടാക്കുന്നതിനെക്കുറിച്ച് വലിയ ഭീതി ഉണ്ടായിരുന്ന വിഭാഗം മുസ്ലിം ന്യൂനപക്ഷമാണ്. നമ്മൾ നോക്കേണ്ടത് തൃശ്ശൂരിൽ BJPക്ക് ജയിച്ച് കയറാൻ പറ്റുന്നു. അവിടെ നമുക്കറിയാവുന്ന പോലെ മുസ്ലിം ന്യൂനപക്ഷം അത്രയൊന്നും വലിയ ശക്തിയല്ല. പക്ഷേ ഇപ്പുറത്തേക്ക് നോക്കൂ, നേരത്തെ നൗഷാദ് അലി പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ 2019 ജയിച്ചതിനേക്കാൾ കൂടുതൽ, അതായത് രാഹുൽ ഗാന്ധിയുടെ വരവുണ്ടാക്കിയൊരു വലിയ പ്രകമ്പനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടിലാണ് MK രാഘവൻ ജയിക്കുന്നത്. ഇവിടെ മുസ്ലിം ന്യൂനപക്ഷം മൊത്തമായിട്ട് BJP വിരുദ്ധത, BJP ഭയമുണ്ട്. അതിനോടൊപ്പം കൂടിച്ചേർന്നിട്ട് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPI ഉൾപ്പെടെ അവരൊക്കെ CPM വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ ശക്തമായിട്ട് നടത്തി. അവർക്ക് വോട്ട് വേണമെന്നുള്ളതല്ല, അവർ CPM വിരുദ്ധമായിട്ട് വോട്ടുകൾ ശേഖരിക്കുക എന്ന് പറയുന്ന രീതിയിൽ എനിക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അവർ വളരെ കൃത്യമായ പ്രവർത്തനം UDF നടത്തിയതിനേക്കാൾ ശക്തമായിട്ടുള്ള കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള തന്ത്രപരമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലോക്സഭയിൽ BJPയെ പേടിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ അതല്ല, സംസ്ഥാന തലത്തിലാവുമ്പോൾ 2016 കണ്ടതും 2021 കണ്ടതും ഇനി ഒരു പക്ഷേ 2026 കാണാൻ പോകുന്നതൊക്കെ ഈ തരത്തിലൊക്കെ മാറ്റം, LDF അനുകൂലമായിട്ട് മാറ്റം വന്നേക്കാം. അതിന് കാരണം ഇവിടെ BJPയെ ചെറുക്കുന്നതിന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിലെ ഈ BJPയുടെ വിജയവും
ഇപ്പോഴുള്ള ഈ ജമാഅത്തെ ഇസ്ലാമി, PFI, SDPI ബന്ധം ഇതെല്ലാം കൂടി ശക്തമായ രൂപത്തിൽ പ്രചരണമായിട്ട് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ തന്നെ ഈ 2016 അത് കഴിഞ്ഞ് അതിനേക്കാൾ ശക്തമായ 2021 2026 ആവർത്തിക്കാൻ തന്നെയാണ്. അത് നോക്കൂ, ഇവിടെ ഷേ സജീവൻ രാഷ്ട്രീയ തന്ത്രത്തിന്റെ നേരത്തെ ഉയർന്നു ഭാഗമാണ്. വന്നിട്ടുള്ള ഒരു വിഷയമുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ മുസ്ലിം വർഗീയ നിലപാടുകാരെ മുസ്ലിം ലീഗ് ഒപ്പം കൂട്ടിയിട്ടുള്ളത് ശരിയായ രാഷ്ട്രീയ നിലപാടാണോ എന്ന് ചിന്തിക്കണമെന്നുള്ള പിണറായി വിജയൻ്റെ, അല്ലെങ്കിൽ ലീഗിൻ്റേതായ പൊതുരീതി നഷ്ടപ്പെടുത്തിയില്ലേ എന്നുള്ള പിണറായി വിജയൻ്റെ ചോദ്യം. അവിടെ നേരത്തെ ഇവിടെ നൗഷാദ് അലി ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വശമുണ്ടോ? അതായത് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള തോന്നൽ മറുഭാഗത്ത് തെക്കൻ കേരളത്തിലെ ഈഴവ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പരമ്പരാഗത വോട്ടുകൾ നഷ്ടമായിരിക്കുന്നു. അത് തിരികെ പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിലാണോ ഈ വർഗീയ നിലപാടുകാർക്കെതിരെ എടുക്കുന്നത്? നോക്കൂ, CPM-ൻ്റെ ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഈ ന്യൂനപക്ഷ വർഗീയ രാഷ്ട്രീയത്തെ എപ്പോഴൊക്കെ എതിർക്കുന്നു. തെക്കൻ കേരളത്തിൽ അതിന് നേട്ടമുണ്ടായിരുന്നു. 1987 ഒരു ന്യൂനപക്ഷ വർഗീയ പാർട്ടിയും, അന്ന് കേരള കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വർഗീയ പാർട്ടി എന്നുള്ള നിലയിലാണല്ലോ ലേബൽ ചെയ്തിട്ടുള്ളത് MV രാഘവൻ്റെ ബദൽ രേഖ. അതിനുശേഷം EMS ആവിഷ്കരിച്ച തന്ത്രം എന്തായിരുന്നു? അത് ആ തന്ത്രത്തിലാണ് 87 സർക്കാരുണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആ നിലയിലുള്ള ഒരു തന്ത്രത്തിൻ്റെ ആവിഷ്കാരം ഇതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ടോ? തീർച്ചയായും അതുകൂടിയുണ്ട്. അത് മാത്രമാണ് എന്നല്ല, അതുകൂടിയുണ്ട്. നമുക്കറിയാം, ദക്ഷിണ കേരളവും ഉത്തര കേരളവും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് വോട്ട് ചെയ്യാറുള്ളത്. കാരണം അവിടെ പലപ്പോഴും ഈ ന്യൂനപക്ഷത്തിൻ്റെ ശക്തി കുറവാണ്. ഉത്തര കേരളത്തിൽ, അല്ല ദക്ഷിണ കേരളത്തിൽ സ്വാഭാവികമായിട്ട് അവിടെ നഷ്ടപ്പെട്ട ആലപ്പുഴ ഉൾപ്പെടെയുള്ള ഈ ഈഴവ വോട്ടുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നഷ്ടപ്പെട്ട വോട്ട് തിരികെ കൊണ്ടുവരുവാൻ, ഇപ്പോൾ വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാതാക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാകും. പക്ഷെ അതിനേക്കാളൊക്കെ ഇപ്പുറത്തേക്ക് ഉത്തര കേരളത്തിൽ അതല്ല. ഇവിടെ നേരത്തെ താങ്കൾക്ക് തന്നെ അറിയാം, താങ്കൾ ഇന്ത്യ വിഷനിലൊക്കെ ഉണ്ടായ സമയത്താണ് ഈ മുനീറിൻ്റെ പ്രസ്താവന, അതായത് ഈ വർഗീയ പാർട്ടികളുമായിട്ട് ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത, മുസ്ലിം വർഗീയ പ്രീണനം നടത്താത്ത ഏക പാർട്ടി മുസ്ലിം ലീഗാണെന്ന് മുനീറിനെ പോലുള്ള ആളുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. സ്വന്തം പാർട്ടിയിലെ തീവ്രമായിട്ട് നിലപാടെടുത്ത ദേശീയ പ്രസിഡന്റിനെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള നിലപാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പാർട്ടി ഇപ്പോൾ ഇത്രയും തീവ്രമായിട്ട് പോകുന്നു പറയുമ്പോൾ ഈ സമസ്ത ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണ ഇവിടെ കിട്ടും. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ അവിടെ ഈ മുസ്ലിം പ്രീണനം എന്ന രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന വോട്ടുകൾ, ഈ ഹിന്ദു പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ ഉൾപ്പെടെയുള്ളത്, അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാവും. ഒറ്റ ലക്ഷ്യം മാത്രമാണ് എന്നല്ല, കൃത്യമായിട്ടുള്ള ആലോചനയോട് കൂടിയിട്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ മുഖ്യമന്ത്രി. ശരി, വ്യക്തമാണ്. നൗഷാദ് അലി, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കിയില്ല. പറഞ്ഞു വന്നിരുന്നത് മുണ്ടുടുത്ത മോദി എന്ന് പിണറായി വിജയനെ വിളിക്കേണ്ടതുണ്ട്. കാരണം പിണറായി വിജയൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ രാഷ്ട്രീയമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പ്രചരണം നടത്താനുള്ള അവസരം ഉപയോഗിച്ചില്ല എന്നാണ്. തുടർന്നോളൂ നൗഷാദ് അലി. ഞാൻ ഒറ്റ കാര്യമാണ് നികേഷ് ഇതിനകത്ത്. ഒരു വളരെ ലളിത യുക്തി വെച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. മുസ്ലിം ലീഗ് എന്ന പാർട്ടി കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയ പരിസരത്ത് പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ വെൽഫെയർ പാർട്ടി ആയാലും SDPI ആയാലും INL ആയാലും PDP ആയാലും ഒക്കെ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ആ ഇടം കവർന്നെടുത്ത് തങ്ങൾക്ക് മറ്റൊരു മുസ്ലിം ലീഗ് ആവാനും അധികാരവും സ്വാധീനവും ഉറപ്പിക്കാനുമാണ് അവരൊക്കെ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ടികളോട് അടിസ്ഥാനപരമായിട്ട് മുസ്ലിം ലീഗിന് എത്രമാത്രം ചേർന്ന് പോകാൻ പറ്റും? ഈ പാർട്ടികളെയൊക്കെ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ചത് CPM ആണ് എന്ന് നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ, മഅ്ദനിയെ, അത് കഴിഞ്ഞിട്ട് INL സുലൈമാൻ സേട്ടിന് ശേഷമുള്ള പാർട്ടിയായപ്പോൾ മുന്നണിയിലെടുത്തു. ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ 77 തൊട്ട് 2016 വരെ കൂടെ കൂട്ടി. SDPIയെ പരോക്ഷമായിട്ട് ലീഗിനെതിരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഇടത്തൊക്കെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോഴിത് അവരെ സമസ്തയിൽ വല്ല ഭിന്നിപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള പരീക്ഷണങ്ങളുമായിട്ട് വരുന്നു. അത്തരത്തിൽ CPM മുസ്ലിം പരിസരത്ത് ലീഗിനെ ദുർബലപ്പെടുത്താൻ എന്നൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഹിന്ദു പൊതുബോധമാണ് ലീഗിന്റെ രക്ഷക്കെത്തിയിട്ടുള്ളത്. പൊന്നാനിയിലും ഈ പറഞ്ഞ മലപ്പുറത്തൊക്കെ 2 ലക്ഷത്തിൻ്റെയും 3 ലക്ഷത്തിൻ്റെയും മുകളിൽ വോട്ടിന് ലീഗ് സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ ഈ SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് കൊണ്ട് മാത്രം സാധിക്കുമോ? CPM-ന് വോട്ട് ചെയ്തു പോരുന്ന 1/2 ലക്ഷവും 3/4 ലക്ഷവും വരുന്ന ഭൂരിപക്ഷ വോട്ടുകൾ കോണിച്ചിഹ്നത്തിൽ വന്ന് വീണതുകൊണ്ടാണ് ഇത്ര വലിയ വിജയം ഉണ്ടായത്. അത് CPM-ന്റെ ഈ രാഷ്ട്രീയം
മലബാറിലെ ഹിന്ദു പൊതുബോധം ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു രാഷ്ട്രീയത്തിന് ദലാൽ പണി എടുത്തത് കൊണ്ടാണ് എളമരം കരീം 1.5 ലക്ഷം വോട്ടിന് തോറ്റത്. അപ്പം ഈ രാഷ്ട്രീയം മനസ്സിലാക്കാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. SDP ആയിട്ടും ജമാഅത്തെ ഇസ്ലാമിയായിട്ടും ലീഗിന് ബന്ധമുണ്ട്, ലീഗ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ലീഗ് സ്വയം ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. അത്ര രാഷ്ട്രീയ വിവേകമോ വിവരമോ ഇല്ലാത്തവരാണോ ലീഗ് നേതൃത്വം? കാരണം ഈ പറഞ്ഞ എല്ലാ മുസ്ലിം പാർട്ടികളും ആത്യന്തികമായിട്ട് അവരുടെ ഇട ആഗ്രഹിക്കുന്നവരാണ് എന്ന് ലീഗിനെ പോലെ മറ്റാർക്ക് നിരിച്ചറിയാൻ കഴിയും? അതുകൊണ്ട് ഇതൊന്നും ആളുകളുടെ ഇടയിൽ വിലപ്പോകില്ല എന്നാണ് ന്യൂനപക്ഷ പ്രീണനം ഒരു യാഥാർത്ഥ്യം. ശരി, ശ്രീ വസീഫ് നോക്കൂ, ഇപ്പോൾ ന്യൂനപക്ഷ മേഖലയിലെ വർഗീയ നിലപാടുകാരുമായി ലീഗ് സഖ്യം ചെയ്യുന്നത് ലീഗിൻ്റെ പൊതുരീതി നഷ്ടപ്പെടുത്തി. ശരി, ഒരു വിമർശനം എന്നുള്ള നിലയിൽ അത് ഏറ്റെടുത്തിരിക്കുന്നു. മറുഭാഗത്ത് വെള്ളാപ്പള്ളി ഉണ്ടല്ലോ. വെള്ളാപ്പള്ളിയെ നിങ്ങൾ കയറ്റി വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പദവി കേരളത്തിൽ അതാ വെള്ളാപ്പള്ളി ഇരിക്കുന്ന ആ പദവിയാണ് എന്ന് കാണേണ്ടി വരും. ന്യൂനപക്ഷ പ്രീണനം നടത്തും തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ എത്രയാണ് MP-മാരിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അപ്പോൾ വെള്ളാപ്പള്ളി വസ്തുതാവിരുദ്ധമായ നിലപാടെടുക്കുമ്പോൾ അതിനോടെന്തേ പിണറായി വിജയൻ പ്രതികരിക്കാത്തത്? അല്ല നികേഷ്, ഇവിടെ എല്ലാ മതത്തെ വർഗീയമായി ഉപയോഗപ്പെടുത്തുന്നവർക്കെതിരെയെല്ലാം എല്ലാ കാലത്തും കൃത്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അത് കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതുമാണ്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ മുണ്ടുടുത്ത മോഡി എന്ന് വിളിക്കേണ്ടത് K. സുധാകരനല്ലേ? ഈ RSSന്റെ ശാഖക്ക് കാവൽ നിൽക്കുമെന്നും എനിക്ക് തോന്നിയാൽ ഞാൻ BJP-യിൽ പോകുമെന്ന് പറഞ്ഞ K. സുധാകരനെ മുണ്ടുടുത്ത മോഡി എന്ന് വിളിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറുണ്ടോ? അതുപോലെ തന്നെ സതീശനെ, ഈ പറയുന്ന സതീശനെ മുണ്ടുടുത്ത മോഡി എന്ന് വിളിക്കാൻ പ്രതിപക്ഷ നേതാവിനെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. സ്വയംഭൂവായി വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനത്തെത്തിയതല്ല. പിണറായി വിജയൻ സർക്കാരാണ് വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി വെച്ചിരിക്കുന്നത്. ആ നിലപാടിനോട് വെള്ളാപ്പള്ളി എടുക്കുന്ന നിലപാടിനോട് പിണറായി വിജയന്റെ നിലപാട് എന്താണ്? പിണറായി വിജയൻ പോകണോ പോകണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് CPM-ന്റെ നൗഷാദ് അലിയൊക്കെ പറയുന്നത് കേട്ടാത്തൊന്നും ഇവരുടെ നേതാക്കന്മാരൊക്കെ അങ്ങനെ ഇന്ത്യയിലാകെ പോയി നടേശൻ ഇപ്പോഴും തുടരുന്നത് എന്തുകൊണ്ട്? പിണറായി നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് ഏത് ഘട്ടത്തിലാ? നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് ഏത് ഘട്ടത്തിലാ? ഈ കേരളത്തെ വർഗീയമായി ധ്രുവീകരിക്കാൻ RSS പരിശ്രമിക്കുന്ന അന്ന് നാരങ്ങാവെള്ളം, ഈ മുസ്ലിം ലീഗ് നാരങ്ങാവെള്ളം കലക്കി കൊടുത്ത സമയത്താ, RSSന് മുസ്ലിം ലീഗ് ഉൾപ്പെടെ നാരങ്ങാവെള്ളം കലക്കി കൊടുത്ത സമയത്താ നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ? ഇവിടെ ബോധപൂർവമായി ധ്രുവീകരണം ഉണ്ടാക്കാൻ CPM-നെ ദുർബലപ്പെടുത്താൻ ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പരിശ്രമിക്കുന്ന സമയത്ത് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് അതാ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനമായിരുന്നു. രൂപീകരിച്ച പാർട്ടിക്ക് നവോത്ഥാന സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാരിന്റെ തലവന് ഏത് സാഹചര്യത്തിലാ കേരളത്തെ വർഗീയമായി ധ്രുവീകരിക്കാൻ ബോധപൂർവമായി പരിശ്രമിക്കുമ്പോ ഒരു ഭാഗത്ത് RSS പരിശ്രമിക്കുമ്പോ മറുഭാഗത്ത് മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി RSSനെ നവോത്ഥാന സമിതി രൂപീകരിച്ചത് അതിന്റെ രാഷ്ട്രീയ സാഹചര്യവും പരിസരവും നമ്മൾ മനസ്സിലാക്കട്ടെ. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും ശ്രമിച്ചത് എന്താ? ആരെയും അധികാരം, സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കാൻ ഇവരുടെ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ RSSന് മറ്റേ നാരങ്ങ വെള്ളം കലക്കി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഈ നിലപാട് എന്ത് പിന്നെ നിങ്ങൾ തുടരാഞ്ഞ്? ഇവിടെ ശബരിമലയിലേക്ക് 10-നും 50-നും ഇടയിലുള്ള സ്ത്രീകളെ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വികാരമുണ്ട്.
ഞാൻ പറയട്ടെ 2019 തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയപ്പോ ആ നിലപാടിൽ പുറകോട്ട് പോയി നിങ്ങൾ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം പരാമർശം പോലും വന്നാല് മറുപടി നിങ്ങൾ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയെ നീക്കണമെന്നുള്ള അഭിപ്രായക്കാരാണോ? ഞങ്ങൾ അന്ന് വിശ്വാസികൾക്കൊപ്പമാണ് നിന്നത്. ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്കില്ല. എന്റെ ചോദ്യം, നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയെ നീക്കണം. വെള്ളാപ്പള്ളി അവിടെ വന്നിട്ടുള്ളത് വെള്ളാപ്പള്ളിയുടെ കുടുംബ പേരിന്റെ പേരിലല്ലോ. വെള്ളാപ്പള്ളി അവിടെ വന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ്. പറയൂ, വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് തുടരേണ്ടതുണ്ടോ? എന്താ സംശയം? ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ പല സന്ദർഭങ്ങളിലും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ നമുക്കറിയാം ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥിയാണ്. നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് വെള്ളാപ്പള്ളി തുടരാൻ പാടുണ്ടോ ഇല്ലയോ? പ്രചാരകയാണ്. എങ്ങനെ തുടരാൻ കഴിയും? തുടരാൻ പാടില്ല. അത് സർക്കാർ ചെയ്യേണ്ടത്. ഈ വെള്ളാപ്പള്ളിയെ പോലെ തന്നെ സുഗതൻ എന്ന് പറയുന്ന പിന്തിരിപ്പൻ വർഗീയ നിലപാടുകൾ സ്വീകരിച്ചയാളെ ഇവർ ഈ നവോത്ഥാന സമിതിയിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ തൽക്കാലം അന്ന് വിശ്വാസികൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ തട്ടിക്കൂട്ടി നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്. ആ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഒരു നവോത്ഥാനം കൊണ്ടുവരാൻ സാധിക്കുന്ന നിലപാട് നോക്കാം. അക്കാര്യത്തിൽ ഇതൊരു ആദ്യത്തെ ഘട്ടമാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ പിണറായി വിജയൻ എന്താണ് പ്രതികരിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് SNDP യോഗത്തിന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ MV ഗോവിന്ദൻ മാസ്റ്റർ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ സ്ഥിതിക്ക് അത് CPM-ന്റെ നയമാണോ എന്നുള്ളത് നമുക്ക് തുടർ നടപടികളിലൂടെ അറിയാം. KP നൗഷാദ് അലി, N ഷംസുദ്ദീൻ, V വസീഫ്, A സജീവൻ, നന്ദി സഹകരിച്ചതിന്.